സ്മൃതി വീണ്ടും മന്ത്രി സാംസ്കാരിക വകുപ്പിന് ഇതിൽ ബന്ധമില്ല എന്ന് പറയുമ്പോൾ വീണ്ടും എനിക്ക് വന്നിരിക്കുന്ന ഇമെയിൽ അതിൽ കൃത്യമായി നമുക്ക് സ്ക്രീനിൽ മുഴുവനായി കാണിക്കാവുന്നതാണ്. സാംസ്കാരിക കാര്യ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി, ആ സാംസ്കാരിക കാര്യ വകുപ്പിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണവർ. ഓരോ വകുപ്പിലും ഒരു സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടാകുമെന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായ സാംസ്കാരിക കാര്യ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി അവരുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡിയിൽ ഇത്തവണ അവർ പേഴ്സണൽ ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് എനിക്ക് സന്ദേശം അയച്ചിരിക്കുന്നത്. സുഭാഷിണി തങ്കച്ചി അവർ സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയാണ്. അവരാണ് ഇമെയിൽ വഴി ഈ റിപ്പോർട്ട് ഏറ്റുവാങ്ങാൻ സാംസ്കാരിക വകുപ്പ് ഓഫീസിലേക്ക് എത്താൻ കൃത്യമായി പറയുന്നുണ്ട്. ഓഫീസിലേക്ക് എത്താൻ പറയുന്നുണ്ട്. റൂം നമ്പർ 359 അവിടെ എത്തി കൈപ്പറ്റാൻ. പക്ഷേ ഇനിയും സമയം 1 മണിക്കൂറിലേറെ ബാക്കി കിടക്കുന്നുണ്ട്. ഇനിയും എന്തും സംഭവിക്കാം. കാരണം ഇത് പുറത്തു വരാതിരിക്കേണ്ടത് പലരുടെയും ആവശ്യമാണ്. കാരണം അവർ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അവർ ചെയ്ത തെറ്റുകൾ മറച്ചുവെക്കാൻ അവർ ഏതറ്റം വരെയും പോകുമെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ പുതിയ പശ്ചാത്തലത്തിൽ ഈ 2.5 എന്നുള്ളത് മാറ്റിയിട്ട് അവർക്ക് വേണമെങ്കിൽ ഒരു 1:40 ആക്കുന്നതിൽ ഒരു തടസ്സമില്ലല്ലോ. നിലവിൽ 1:40 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ ഇവർക്ക് ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി PDF കോപ്പി എനിക്കുൾപ്പെടെ ഈ പണമടച്ച മാധ്യമപ്രവർത്തകർ കൈമാറാവുന്നതാണ്. അതിനൊരു നിയമ തടസ്സവും സാങ്കേതികത്വവുമില്ല. അതിൻ്റെ ഹാർഡ് കോപ്പി അതിനൊപ്പം പിന്നീട് തന്നാലും മതി. ഈ സോഫ്റ്റ് കോപ്പി ഇപ്പോൾ കൈമാറിയാൽ അത് എല്ലാവർക്കും ഒരേ സമയം ലഭ്യമാകും. എല്ലാവർക്കും ഒരേ സമയം തന്നെ അത് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടായിട്ടും ഇനിയും 1 മണിക്കൂറിലേറെ കാത്തിരിക്കേണ്ടി വരുന്നത് ഒരു പക്ഷേ ഇത് പുറത്തു വരാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നവർക്ക് ഇത് തടയാൻ, ഇത് പുറത്തു വരുന്നത് തടയാനുള്ള അവസരം കൊടുക്കുന്നതായി ആരെങ്കിലും സംശയിച്ചാൽ, ആരെങ്കിലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. കാരണം ഞാൻ ഈ ഡെപ്യൂട്ടി സെക്രട്ടറിയുമായി സംസാരിച്ചപ്പോൾ ഈ സോഫ്റ്റ് കോപ്പി ലഭ്യമാക്കാനുള്ള സാഹചര്യം ചോദിച്ചപ്പോൾ അവർ സാങ്കേതിക തടസ്സമാണ് പറയുന്നത്. കാരണം അതിന് പ്രത്യേക അപേക്ഷ നൽകണം, അതിന് പ്രത്യേക ഫീ അടക്കണം എന്നൊക്കെയാണ് അവരുടെ വിശദീകരണം. ഏതായാലും ഹാർഡ് കോപ്പി ലഭ്യമാകേണ്ട സമയം ഇനിയും 1 മണിക്കൂറിലേറെയുണ്ട്. അതിനിടയിൽ കോടതി ആരംഭിക്കും. ഈ നടി രഞ്ജിനിയുടെ ഹർജി സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. ആ സിംഗിൾ ബെഞ്ച് പരിഗണിക്കുമ്പോൾ അതിൽ സിംഗിൾ ബെഞ്ചിൽ നിന്നും ഏത് തരത്തിലുള്ള നടപടിയാണ് വരിക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 7 മിനിറ്റും ഉണ്ട് റോഷി. 1 മണിക്കൂർ നമ്മൾ സ്ക്രീനിൽ കാണിക്കുകയാണ്. 1 മണിക്കൂർ നാടകീയം. ഇതിൽ ഏറ്റവും നിർണായകം ഒന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, സംസ്ഥാനത്ത് മലയാള സിനിമ ശുദ്ധീകരിക്കാനുള്ള അവസരമാണ് സംസ്ഥാന സർക്കാരിന് മുമ്പിൽ. ഒരു ചരിത്ര നിയോഗമാണ് 2ാം പിണറായി സർക്കാരിന് മുന്നിൽ. ഒരു ചരിത്ര നിയോഗമാണ് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനുള്ളത്, സാംസ്കാരിക വകുപ്പിനുള്ളത്. ആ ചരിത്ര നിമിഷമാണ് അവർ നഷ്ടപ്പെടുത്തുന്നത്. കാരണം 1:45 ഈ റിപ്പോർട്ട് പുറത്തു വരാൻ പാടില്ലെന്ന് സിംഗിൾ ബെഞ്ചിന് മുന്നിലേക്ക് നടി രഞ്ജിനി പോകുന്നു. സിംഗിൾ ബെഞ്ച് എന്ത് തീരുമാനമെടുക്കുന്നു എന്നത് നിർണായകമാണ്. ഏറ്റവും നിർണായകമായ നിമിഷമാണ് 2ാം പിണറായി സർക്കാരിന്. പ്രധാനപ്പെട്ട കാര്യമുണ്ട്. റിപ്പോർട്ട് പുറത്തുവിട്ടാൽ ഈ പറയുന്നത് പോലെയുള്ള പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ ഭയക്കുന്നുണ്ടാകാം. പക്ഷേ അങ്ങനെയെങ്കിൽ സ്മൃതി, മറ്റൊരു ചോദ്യമുള്ളത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ അത് നടപ്പിലാക്കാനുള്ള ബാധ്യത സർക്കാരിനില്ലേ? കാരണം നമ്മുടെ ജനങ്ങളുടെ നികുതി പണം 1 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചത്. 4.5 വർഷം പിന്നിട്ടു. ഈ 4.5 വർഷത്തിനിടയിൽ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിയെന്ന് മാത്രമല്ല, ഇതിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയതുപോലുമില്ല. കോൺക്ലേവ് തന്നെ ഇപ്പോൾ വെക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ് വരാവുന്ന ഈ ഒക്ടോബർ മാസമെങ്ങാനും, അതും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് ശേഷമാണ് അതുപോലും തീരുമാനിക്കുന്നത്. അതായത് ഇത് പുറത്തു വരരുത്, ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും നടപ്പിലാക്കരുത് എന്ന് ആർക്കൊക്കെയോ ശാഠ്യമുണ്ട്. ആ ശാഠ്യത്തിന്റെ ഭാഗമായി അതിൽ സ്മൃതി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട ഇതിൽ നടപടിയെടുക്കേണ്ട ആളുകളെ മുഴുവൻ സ്വാധീനിക്കാൻ പല കോണുകളിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്കറിയാം. വരും നാളുകളിൽ അത് പുറത്തുവിടേണ്ടത് തന്നെയാണ്. ഈ റിപ്പോർട്ട് എങ്ങനെയെങ്കിലും തടയണം. അതിന് ഈ പറഞ്ഞ നടപടിയെടുക്കേണ്ടവരെ സ്വാധീനിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമവും നടന്നിട്ടുണ്ട്. സാധാരണ മനുഷ്യനില്ലാത്ത എന്ത് പരിഗണനയാണ് ഇവർക്ക് ഉള്ളത്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്താണ് TV പ്രസാദ്. രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിക്കാം, ജുഡീഷ്യറിക്കെതിരെ ആരോപണം ഉന്നയിക്കാം, ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്. അതിന് തെളിവ് ഹാജരാക്കണമെന്ന് മാത്രം. പക്ഷേ ഇവിടെ തെളിവുകളടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ചൂഷണത്തിൻ്റെ, വേട്ടയാടലിൻ്റെ കൃത്യമായ രേഖകൾ, അത് ആരോപണം മൊഴിയായി ആരോപണം മാത്രമല്ല, സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് 1 കോടി രൂപ ചെലവഴിച്ച് ഒരുപാട് ദിവസങ്ങളോളം പണിയെടുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്.
ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയെ കൊണ്ട് മറ്റ് പ്രധാനപ്പെട്ട ആളുകളെ കൊണ്ടൊക്കെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ 1 കോടി രൂപ ചെലവഴിച്ചതിന്റെ ഫലം നമ്മുടെ സമൂഹത്തിന് കിട്ടണം, അതുപോലും നടപ്പിലാക്കിയില്ല. റോഷി, 1,06 ലക്ഷം രൂപ ചിലവഴിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി 3 അംഗ കമ്മിറ്റി പഠിച്ച റിപ്പോർട്ട് 2019 4.5 വർഷത്തിനു മുമ്പ് ഡിസംബർ 31 സംസ്ഥാന സർക്കാരിന് മുന്നിലെത്തിയതാണ്. ഇതിനുള്ള സാഹചര്യവും നമുക്കറിയാം. 2017 ഒരുപക്ഷെ രാജ്യം പോലും നടുങ്ങിയ രീതിയിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടു. അതും രാജ്യത്തെ ആദ്യത്തെ കൊട്ടേഷൻ റേപ്പ് എന്നാണ് അത് പോലീസിന്റെ രേഖകളിലുള്ളത്. പോലീസ് ചാർജ് ഷീറ്റിൽ കൃത്യമായി ആ കാര്യം പരാമർശിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രൂരമായ പീഡനത്തിന് തൊട്ടു പിന്നാലെ രൂപപ്പെട്ട WCC എന്ന വനിതാ സിനിമാ പ്രവർത്തകരുടെ സംഘടന സംസ്ഥാന സർക്കാരിനെ സമീപിക്കുന്നു. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സമീപിക്കുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലനെ സമീപിക്കുന്നു. ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന ചൂഷണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തുറന്നു പറയുന്നു. അങ്ങനെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകൃതമാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിന്റെ 300 പേജുള്ള റിപ്പോർട്ട്, തെളിവുകൾ, അത് പെൻഡ്രൈവിൽ, മറ്റു മൊഴികൾ അടങ്ങുന്ന രേഖകൾ വേറെ, എല്ലാം സർക്കാരിന് മുന്നിൽ വന്നു. നിയമസഭയിൽ M സ്വരാജ് 1ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആവശ്യപ്പെട്ടു, റിപ്പോർട്ട് പുറത്തുവിടണം. അന്ന് മന്ത്രി AK ബാലൻ നിയമസഭയിൽ നൽകിയ മറുപടി, റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട ആരംഭിച്ചു, അതിന്റെ നടപടികൾ ആരംഭിച്ചു. ഏറെ താമസിയാതെ നിയമസഭയിൽ റിപ്പോർട്ടിന്റെ പകർപ്പ് വെക്കുമെന്ന് M സ്വരാജ് MLA അന്ന് മന്ത്രി AK ബാലൻ മറുപടി നൽകി. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ റിപ്പോർട്ട് എങ്ങനെ പുറത്തു വരാതിരിക്കാം എന്ന രീതിയിൽ പല നമുക്കറിയാവുന്നതുപോലെ സ്മൃതി, നമ്മുടെ നാട്ടും പുറത്ത് സാമ്പത്തികമായി കുറച്ച് ഉയർന്ന ആൾക്കാണ് ഒരു പ്രശ്നം പറ്റുന്നതെങ്കിൽ അതിനു വേണ്ടി ഇടപെടാൻ ഒരുപാട് പേർ പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങും, പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങും, MLA വിളിക്കും, വേണമെങ്കിൽ മന്ത്രിയെ വിളിക്കും. കുറച്ച് സാമ്പത്തികമായി ഒന്ന് ഉയർന്നു നിന്നാൽ മതി. നമുക്ക് ഈ സിനിമക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇവർ സർവശക്തരാണ്. സാമ്പത്തികമായത്, സാമൂഹ്യമായത്, സാംസ്കാരികമായത്, അങ്ങനെ രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടെ ആരെ വേണമെങ്കിലും സ്വാധീനിക്കാൻ കെൽപ്പുള്ള ശക്തികൾക്കെതിരെയാണ് ഏറ്റവും നിർണായകമായ ഒരു റിപ്പോർട്ട് ഉണ്ടാകുന്നത്. അങ്ങനെ ഇത് പുറത്തു വരാതിരിക്കാനുള്ള കാരണം എന്നുള്ളത് സമ്മർദ്ദം തന്നെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതാരും തുറന്നു പറയുന്നില്ല എന്ന് മാത്രമാണ്. പ്രസാദ്, ഇപ്പോൾ സിനിമാ മേഖല മറ്റ് തൊഴിൽ മേഖലകളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ മേഖലയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തൊഴിൽ സുരക്ഷയുടെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് താരങ്ങൾ നേരിടുന്നുണ്ട്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ നേരിടുന്നു, സ്ത്രീകൾ നേരിടുന്നുണ്ട്. അതുകൂടാതെ പ്രധാനപ്പെട്ട താരങ്ങളല്ലാത്തവരും നേരിടുന്നുണ്ട്. സ്ത്രീകളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, സ്ത്രീകൾക്ക് ഒരു സിനിമയിൽ ഒരു റോൾ ലഭിച്ചാൽ ഇപ്പോൾ അവരാവശ്യപ്പെടുന്ന ഈ തരത്തിലുള്ള ചൂഷണങ്ങൾ, ഇപ്പോൾ പുറത്തു വരുന്ന രൂപത്തിലുള്ള ചൂഷണങ്ങളാണ് അതിലേക്ക് പ്രേരിപ്പിക്കുന്നു. ആ ചൂഷണത്തിന് തയ്യാറാകുന്നില്ല എങ്കിൽ ഒരുപക്ഷെ 2 ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം സിനിമയിൽ അഭിനയിപ്പിക്കില്ല. അതിന് കാരണമായി അഭിനയം പോരാ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. അതിന് ആ നടിക്ക് കോടതിയിലേക്ക് പോകാൻ സാധിക്കില്ല. ഇങ്ങനെയൊക്കെയാണ് അഭിനയ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ. അതീവ സങ്കീർണമാണ്. മറ്റ് മേഖലകളിലെ തൊഴിൽ സുരക്ഷ പോലെ സിനിമയിൽ ആ തരത്തിൽ സുരക്ഷയില്ല. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു പറയാൻ പലരും മടിച്ചത്. അങ്ങനെ പുറത്തു പറയാൻ ഇപ്പോൾ തയ്യാറായവർ വളരെ തുറന്ന മനസ്സോടെ അവരുടെ അനുഭവങ്ങൾ, അവരുടെ വേദനകൾ ഹേമ കമ്മിറ്റിയുമായി പങ്കുവച്ചിരിക്കുന്നു. അതിന്മേലാണ് ഒരു പരിഹാര മാർഗം എന്ന നിലയ്ക്ക് കമ്മിറ്റി പല കാര്യങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത്.